നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. എന്താണ് റാപ്പിഡ് ഫയർ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. കുറ്റങ്ങളും കുറവുകളും എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനൊരു വേദി ഇതുവരെ കസ്റ്റമേഴ്സിന് ഉണ്ടായിരുന്നില്ല. അതായത് തൻ്റെ വാഹനത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളും മറ്റും അവതരിപ്പിക്കാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല. അതാണ് റാപ്പിഡ് ഫയർ ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഇന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്നത് ഹോം കണക്റ്റ് എന്ന ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ് സ്റ്റോറാണ്. എന്താണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ എല്ലാവരും ഒരു മുറിയെങ്കിലും ഇപ്പോൾ ഒരു ഹോം തിയേറ്ററിനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതായത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആയിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സിനിമ തിയേറ്ററിൻ്റെ എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും മികച്ച ഒരു കാര്യം. അപ്പോൾ ഹോം കണക്റ്റ് അങ്ങനെയുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. നിങ്ങൾ വീട് പണിയാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു മുറി ഹോം തിയേറ്ററിനായിട്ട് മാറ്റി വയ്ക്കാം. എന്നാൽ അങ്ങനെ സ്ഥലമില്ലാത്ത വീടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീകരണ മുറി തന്നെ വേണമെങ്കിൽ ഒരു തിയേറ്ററാക്കി മാറ്റാം. ആവശ്യമുള്ള സമയത്ത് മാത്രം ഒരു തിയേറ്ററായിട്ട് മാറുന്ന സ്വീകരണ മുറി, അങ്ങനെ പല സാധ്യതകളാണുള്ളത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വലിയ വീടുകളിലെല്ലാം തീർച്ചയായിട്ടും വലിയ ഹോം തിയേറ്റർ പോലും വരുന്നുണ്ട്. പക്ഷേ ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹോം തിയേറ്ററിനെ പറ്റി നല്ല പരിജ്ഞാനമുള്ളൊരു കമ്പനി അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ധാരാളം കൺസൾട്ടൻസികളുണ്ട് ഹോം തിയേറ്റർ സ്ഥാപിച്ചു കൊടുക്കുന്നവരായിട്ട്. പക്ഷേ ടെക്നിക്കലി അങ്ങേയറ്റം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുള്ള ഒരു കമ്പനിയെ മാത്രമേ നിങ്ങളൊരു കൺസൾട്ടൻസി ആയിട്ട് തീരുമാനിക്കുകയും ഇത് സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോം കണക്റ്റ് അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രൊജക്ഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റവും എല്ലാം ആവശ്യമാണ് നല്ലൊരു ഹോം തിയേറ്ററിന്. ഹോം കണക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആന്തം, പാരഡിൻ തുടങ്ങിയ ഏറ്റവും മികച്ച കനേഡിയൻ ബ്രാൻഡുകളുടെയും അതുപോലെ കേംബ്രിഡ്ജ് പോലുള്ള ബ്രിട്ടീഷ് ബ്രാൻഡുകളുടെയും ഒക്കെ കേരളത്തിലെ ഓതറൈസ്ഡ് ഡീലറാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ പോൾക്ക്, JBC, ഡനോൺ, മരാൻസ്, യമഹ, JVC, സോണി, എപ്സൺ, ബെൻക്യൂ തുടങ്ങിയ 20ഓളം പ്രീമിയം ബ്രാൻഡുകളും ഹോം കണക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഹോം തിയേറ്റർ സ്ഥാപിക്കാൻ വേണ്ടി ഹോം കണക്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നതെന്നാണ് പറയേണ്ടത്. അപ്പോൾ കേരളത്തിൽ എവിടെയായാലും ഏറ്റവും മികച്ച ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോം കണക്റ്റിനെ സമീപിക്കാം. കൂടാതെ കസ്റ്റമൈസ് ചെയ്ത ഹോം തിയേറ്ററുകളും ഹോം കണക്റ്റുകളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത്, അങ്കമാലിയിൽ ഹോം കണക്റ്റിന് വിശാലമായ ഷോറൂമുണ്ട്. അവിടെ പലതരത്തിലുള്ള ഹോം തിയേറ്ററുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്വീകരണ മുറി നിങ്ങൾക്കൊരു ഹോം തിയേറ്ററാക്കി മാറ്റണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ഒരു സിനിമയുടെ എല്ലാ പ്രഭാവത്തോടും കൂടിയുള്ള സിനിമ കാണാൻ വേണ്ടി ഹോം തിയേറ്ററുകൾ സഹായിക്കും. അതിന് വേണ്ട മികച്ച എക്യുപ്മെൻറ്റുകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെല്ലാം ഹോം കണക്റ്റ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു ചോദിക്കുക, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പറ്റുന്ന ഹോം തിയേറ്റർ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിൻ്റെ ആദ്യത്തെ അതിഥിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ വികാരമായിരുന്ന ഹോണ്ട സിറ്റി ഇപ്പോഴും ഈ വാഹനത്തിന് നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടി അതുപോലെ കാത്തിരിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമായിട്ട് തോന്നുന്നു. അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. അലൻ. എന്ത് ചെയ്യുന്നല്ലേ? ഞാൻ EYയിൽ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട്. EYക്കാരാണ്, നമ്മളെപ്പോഴും പറയും EYക്കാരാണ് പലയിടത്തും നമ്മൾ കൊച്ചി കണ്ടുകൊണ്ടുന്നതെന്ന്. അപ്പോൾ എന്താണ് EYക്കാരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യത്തിൽ എല്ലാവരും വണ്ടികളുടെ കാര്യത്തിൽ ഭയങ്കര വെറൈറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വഴി വെച്ച് കാണുന്ന EYക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പല വെറൈറ്റി വാഹനങ്ങൾ ഉപയോഗിക്കുന്നു അല്ലേ? ഇതിപ്പോൾ ഒരു പാഷനായിട്ട് വാങ്ങിച്ചതാണോ? അതെ, പാഷൻ്റെ പുറത്തൊരു കാറിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ്. എത്ര കാലം മേടിച്ചത്? ഇപ്പം മേടിച്ചിട്ടൊരു 2 years ആയി. എടുത്തപ്പോൾ വണ്ടി സ്റ്റോക്കായിരുന്നു. അതൊരു അഡ്വക്കേറ്റ് യൂസ് ചെയ്തായിരുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി ഞാനൊരു 3rd ഓണറാണ് ഇപ്പോൾ കറൻ്റ്ലി. വണ്ടി നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇപ്പം പല ഓപ്ഷൻസ് ഉണ്ട് വണ്ടികൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഴയ മോഡൽ ഹോണ്ട സിറ്റിയെ പറ്റി ചിന്തിക്കാൻ കാര്യം? ആക്ച്വലി എനിക്ക് JDM കാർസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈനിൽ നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു 2-3 വെഹിക്കിൾ സെഗ്മെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എസ്റ്റീം, ബലേനോ, പിന്നെ ഇപ്പോൾ സിറ്റി. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കൂടുതലും സിറ്റിനോടാണ് ഇഷ്ടം തോന്നിയത്. അപ്പോൾ കുറേ നാളായി ഇതിൻ്റെ ആഗ്രഹം തുടങ്ങിയിട്ട്. നമ്മൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ തൊട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഏർണിംഗ് സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എടുത്തത്. അങ്ങനെ അതിൻ്റെ പുറത്തെടുത്ത JDM കാർസ് എന്നുള്ളൊരു ഫീല് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൈലബിൾ ആയിരുന്നു? നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നല്ല വണ്ടികൾ അവൈലബിൾ ആണ്? ഉണ്ട്, വണ്ടികൾ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ മിക്കവർക്കും ഒരു അവരുടെ മോഹവിലയാണ് ആക്ച്വലി വണ്ടിക്ക്. ഒരു ബേസ് പ്രൈസിനേക്കാൾ ഉപരി ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ വണ്ടിക്ക് ഡിമാൻഡ് ഉള്ള കാരണം അവർ പറയുന്നൊരു റേറ്റ് ഉണ്ട് മിക്കവരിലും. പിന്നെ കൂടുതലും വണ്ടികളും സെയിൽ ചെയ്യാനുള്ളതാണെങ്കിലും ഇതേപോലെ മോഡിഫൈഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അവർ ആ ഒരു ആക്സസറീസിനെയും കൂടി പ്രൈസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു റേറ്റ് പറയുന്നത്. ഇത് ഏത് മോഡലാണ്? ഇത് 2002 മോഡലാണ്. Type 2 സെക്കൻഡ് ജനറേഷൻ Type 2 മോഡൽ. അപ്പോൾ ഈ Type 2 ഒക്കെ സാധാരണഗതിയിൽ എന്ത് വിലക്ക് കിട്ടും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നല്ല വണ്ടികൾ?
ഇപ്പൊ നോക്കുമ്പോൾ ലൈക്ക് ഒരു 2 lakhs അതിന്റെ അബവ് ഉണ്ട് നല്ലോണം. പിന്നെ അതിന്റെ കുറഞ്ഞതുണ്ടാവും, പക്ഷെ അത് നമ്മൾ അത്രയും ഇൻസ്പെക്ട് ചെയ്ത് വേണം നോക്കി എടുക്കാൻ. ലൈക്ക് ചിലപ്പോ നല്ല കുറച്ചൊക്കെ ഇടാം, അപ്പൊ പണി കിട്ടാനുള്ളൊരു. എത്ര കാലം ഇപ്പൊ എടുത്തിട്ട്? ഇതിപ്പോ 2 years ആയി. 2 years. അപ്പൊ 2 years കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തിന് ശേഷം നിങ്ങൾ കാര്യമായ രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടോ? മെയിൻ്റെനൻസ് എന്ന് പറയാൻ ആക്ച്വലി പ്രത്യേകിച്ച് എടുത്തപ്പോൾ AC-ക്കുള്ള ഒരു ചെറിയ കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മൈനർ കംപ്ലൈൻസ് എല്ലാം മാത്രം ഉണ്ടായിരുന്നു. അത് എടുത്തപ്പോൾ തന്നെ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോ പെയിന്റിംഗ് ഒക്കെ ഒരു ഇത്തിരി മോശമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തോന്നാലും ഇപ്പൊ നെക്സ്റ്റ് ഇയർ ടെസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഫുൾ റീപെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി 2002 മോഡലാണല്ലേ? കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും പുതിയതാണെന്ന് തോന്നുന്നുള്ളൂ. ഈ പെയിന്റ് അവിടെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എവിടെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹോണ്ടയുടെ സർവീസ് സെന്ററിലാണോ അതോ? അല്ല, ഹോണ്ടയിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ഇവിടെ നമ്മുടെ നെട്ടൂരിന്റെ അവിടെ മാർവൽ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു, അപ്പൊ അവിടെ ബേസിക്കലി സിറ്റിയുടെ മെയിൻ ഒരു സ്പോട്ടാണ്. അപ്പൊ അവിടെയാണ് കൊടുക്കുന്നതെല്ലാം. നല്ല അടിപൊളിയായിട്ട് അവർ റെക്ടിഫൈ ചെയ്ത് തരും. അപ്പൊ ഈ പാർട്സ് എല്ലാം അവൈലബിൾ ആണോ? പാർട്സും എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു 2-3 ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് എല്ലാത്തിലും നമുക്ക് സോഴ്സ് അവൈലബിൾ ആണ്. അതിപ്പോ കർണാടക ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കുറേയൊക്കെ പൊളിക്കുന്ന വണ്ടികളുടെ ഉണ്ടാവും, കുറേയൊക്കെ ആഫ്റ്റർ മാർക്കറ്റും ഉണ്ട്, ന്യൂ ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 JDM കാർസിൻ്റെ കാര്യത്തിൽ 2-3 പ്രധാനമായിട്ടും പറയുന്നത്. അതെല്ലാം നോക്കിയിട്ടാണോ ഇത് വാങ്ങിച്ചത്? അതെല്ലാം ഓടിച്ച് നോക്കിയിട്ടൊക്കെയാണോ? ഇല്ല, JDM കാർസ് നമുക്കൊന്നും ഓടിക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. പക്ഷെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ മൂവീസിലൊക്കെ ആണെങ്കിലും കണ്ടുള്ള ഇഷ്ടത്തിന്റെ പുറത്തുള്ള ഒരു ഇതാണ്. പിന്നെ അങ്ങനെ അതിനെ പറ്റി നോക്കി പിന്നെ അങ്ങനെയാണ് സിറ്റിയിലേക്ക് എത്തിയത്. ആദ്യം മനസ്സിൽ ജിപ്സി ആയിരുന്നു ആക്ച്വലി, JDM ഉപരി ആയിട്ടുള്ളൊരു വണ്ടി. പക്ഷെ ജിപ്സി നമ്മൾ ഇതിന്റെ ഡബിളാണ് ഇപ്പോഴും മാർക്കറ്റ് പ്രൈസ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ സിറ്റിയിലേക്കാണ് കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വന്ന്, പ്രത്യേകിച്ച് IT മേഖല ജോലി ചെയ്യുന്ന ആളും കൂടിയാണല്ലോ, അതൊരു വലിയ മിസ്സിംഗ് അല്ലേ ഇങ്ങനെയുള്ള പഴയ വണ്ടികൾ സ്ഥിരമായി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ? ആക്ച്വലി എനിക്കത് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ബേസിക്കലി നമുക്കിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എനിക്ക് മ്യൂസിക്കാണ്. അതെനിക്ക് അതിൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ അതല്ലാണ്ട് പിന്നെ ഈ മാപ്പും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഫൈൻ, നമുക്ക് മൊബൈലിലാണെങ്കിലും ആക്സസബിൾ ആയിട്ട്. കാരണം ഈ കാറിലിരുന്ന് ഓടിക്കുമ്പം ഇതിൻ്റെ ഒരു സുഖമാണ് ആക്ച്വലി നോക്കുന്നത്. ആ ഒരു ലോ ഫീലും എല്ലാം വെച്ച് ഉള്ളൊരു ഇതിലാണ്. നല്ല ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താണ് എനിക്ക് ഫീച്ചർ മീൻസ് ലൈക്ക് ഇതിൻ്റെ ഒരു റൈഡിങ് ആണ് എനിക്ക്. ആ ഒരു ലോ ഫീലിലിരുന്ന് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. ലൈക്ക് ആ ഒരു കുറെ നാളത്തുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എന്തായാലും കുറെ നാൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുപോലെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് ആ ആഗ്രഹങ്ങളെല്ലാം ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ആ ഒരു എക്സ്പെക്ടേഷൻസിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ? എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന മീൻസ് ഞാനിപ്പം എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ. അപ്പോൾ മേക്ക് ഓവറിങ് എന്താ ഇതിലാണ്. അപ്പോൾ അങ്ങനെയും കുറെ സന്തോഷമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. ആഗ്രഹം അങ്ങനെ വേറെ കുഴപ്പങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ കണ്ട അലോയ് വീല് ഒന്ന് മാറ്റിയിട്ടുണ്ട്, പിന്നെ ചെറിയ സ്കേർട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ക്ലിയറൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? ക്ലിയറൻസ് മീൻസ് ഇപ്പം നമ്മൾ സ്പീഡ് ബ്രേക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാക്സിമം ഒരു കുഴപ്പമില്ല. പക്ഷേ ചില കട്ടിങ്സ് ആണ് പ്രശ്നം. ലൈക്ക് ഇപ്പം നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഇപ്പം നമ്മളൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയെടുക്കലാണ് പ്രശ്നം. വണ്ടി കുറച്ച് ലോ ചെയ്തിട്ടുണ്ട്, സ്പ്രിങ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ ഒരു കാലമാണല്ലോ, ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടില്ല, സ്കൂട്ടർ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ അത് എന്താ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട്? ഫ്യൂച്ചർ ഇലക്ട്രിക് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇപ്പം നല്ലോണം മാർക്കറ്റിൽ അത് കൂടി വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ കുറയാൻ എന്ന സാധ്യത തോന്നുന്നില്ല. എല്ലാവരും ഈ ഫ്യൂൽ എക്കണോമി അങ്ങനത്തെ ചിന്തയിലായിരിക്കും ഈ പറയുന്ന അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു കാർ ഇൻഡസ്ട്രിയസ്റ്റ് ഇലക്ട്രിക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മളത് ഓടിക്കുമ്പോൾ ഒരു സൈലന്റ് ഫീൽ, വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. എത്ര നല്ല വണ്ടിയാണ്, ഒരു ജീവനില്ല എന്നുള്ളൊരു തോന്നല് പോലെ തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു വണ്ടി അതാണ്, വാങ്ങിക്കാനൊന്നുമല്ല, ഞാൻ വെച്ചാൽ ഏറ്റവും കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു വണ്ടി അതായിരിക്കും? എനിക്ക് ആക്ച്വലി EV സെഗ്മെന്റിൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറയാനാണെങ്കിൽ എനിക്ക് EV6 ഇഷ്ടപ്പെട്ടായിരുന്നു. കിയയുടെ നല്ലൊരു നമ്മുടെ ലാംബോസറസിന്റെ ഒരു ഷേപ്പൊക്കെ ഉള്ള പോലത്തെ ഒരു വണ്ടിയാണ്. EV അല്ലാതെ മൊത്തത്തിൽ ഇപ്പം വാങ്ങിച്ചാൽ കൊള്ളാം, വാങ്ങിക്കാനല്ല എങ്കിൽ പോലും കൊള്ളാം എന്ന് തോന്നിയൊരു വണ്ടി എനിക്ക് അതേപോലെ ഈ ജിപ്സിയുടെ ഇഷ്ടത്തിന്റെ ലൈനിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ജിമ്മിനി ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു.
പിന്നെ അതും ഇതേപോലെ മിക്കവരും കുറെ നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിലും നമ്മളത് ഓടിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷേ കാണാൻ ലുക്ക് വൈസ് ആണെങ്കിലും 3 ഡോർ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തെങ്കിലും 5 ഡോർ ആണ് ഇവിടെ വന്നത്. ബട്ട് സ്റ്റിൽ അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഇതുണ്ട്. ഇതിനെന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും? ഇതിന് കറന്റ്ലി ഇപ്പോൾ ഒരു 8-9 സിറ്റിയിലോ അതോ? അല്ല, നമ്മൾ നോർമൽ റൈഡിങ്ങിലാണ് അത്. ആക്ച്വലി ബേസിക്കലി എടുത്തപ്പോൾ ഒരു 13-14 ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്കിൽ. പിന്നെ നമ്മളുടെ കുറച്ച് ഓവറായിട്ടുള്ള മെയിൻലി ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 8-9 റേഞ്ചാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക്കൽ അല്ല, പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ ബലേനോയാലും പഴയ ബലേനൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് ഈ വാഹനം എസ്റ്റീമിൻ്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ രാജാക്കന്മാരായിരുന്നു ഈ വണ്ടികളെല്ലാം. ഇപ്പോഴും എസ്റ്റീമിൻ്റെ പുതിയ ഈ നിറമൊക്കെ ഉള്ള ചില എസ്റ്റീമൊക്കെ പോകുന്നതാണ് നമുക്ക് കൊതി തോന്നാറുണ്ട്. ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ നല്ല സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, നല്ല രസമായിട്ട് ഓടിച്ചു. റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അപാരമാണ്. അതുകൊണ്ടാണ് ഇവരെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വണ്ടി അപ്പോൾ ഒന്നുകൂടെ പെയിൻ്റൊക്കെ ചെയ്ത് ഒന്നുകൂടെ കുട്ടപ്പനാക്കി ദീർഘകാലം ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു. ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം എന്ന് തന്നെ വിളിക്കാം കിയ സെൽറ്റോസിനെ. കിയയുടെ സോണറ്റ് ആയാലും സെൽറ്റോസ് ആയാലും വന്ന ഉടൻ തന്നെ വലിയ ഹിറ്റായി മാറിയ വാഹനങ്ങളാണ്. ഒരു പരാതിയും ആർക്കും പറയാനുമില്ല. എങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഒരു സെൽറ്റോസിൻ്റെ ഓണറുണ്ട് നമ്മുടെ കൂടെ. നമസ്കാരം. ഹായ്, പേര് പോൾ. എന്ത് ചെയ്യുന്നു പോൾ? ഞാൻ കാക്കാട് സ്മാർട്ട് സിറ്റിയിൽ വർക്ക് ചെയ്യും. സ്മാർട്ട് സിറ്റിയില്ല. ശരി. എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഇതിപ്പോൾ 3 വർഷമായി. 3 വർഷം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന വണ്ടി ഇവിടെ വന്ന് അധികം കാലം കഴിഞ്ഞതിന് മുമ്പ് തന്നെ എടുത്തു അല്ലേ? സെക്കൻഡ് ഫേസിലുള്ള. സെക്കൻഡ് ഫേസിൽ. അപ്പോൾ ഈ കിയ എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി പുതിയൊരു കമ്പനിയാണ്. അതിനെപ്പറ്റി അങ്ങനെ ആശങ്കകളൊന്നും ഇല്ലായിരുന്നു? അങ്ങനെ ഇതില്ലായിരുന്നു. പിന്നെ ഹുണ്ടയുടെ സെയിം 1.5 ഡീസൽ എഞ്ചിൻ ആയിട്ട് നമുക്ക് പിന്നെ എടുക്കാൻ വലിയ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഹുണ്ടയുടെ വണ്ടികൾ നോക്കിയില്ല കൂടെ? ഹുണ്ടേ ക്രെറ്റ നോക്കിയായിരുന്നു ഞാൻ. പക്ഷേ ക്രെറ്റ നോക്കിയിട്ട് ഞാൻ പിന്നെ ക്രെറ്റയിൽ ഇരിക്കുന്ന ഫീലും സെൽറ്റോസ് ഇരിക്കുന്ന ഫീലും ഡ്രൈവിംഗിന്റെ സീറ്റിലെ ഫീലും ഭയങ്കര വ്യത്യാസമാണ്. ആണോ? അങ്ങനെ തോന്നി. നല്ലൊരു നമുക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ്. നമുക്ക് നല്ല പാക്ഡ് ആണ്, നമ്മൾ സൈഡ് നല്ല കവേർഡ് ആണ്. പിന്നെ അത് കൂടാണ്ട് പിന്നെ സർവീസിങ് ഞാൻ മെയിനായിട്ട് സർവീസിങ് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പിൽ ടൊയോട്ടയുടെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പിൻ്റെ അവരുടെ തന്നെയാണ് ഇഞ്ചോൺ എന്ന് പറഞ്ഞു. അപ്പോൾ സർവീസ് നല്ല സർവീസിങ് ആയിരിക്കും. പിന്നെ ക്രെറ്റയ്ക്ക് 1 lakh കിലോമീറ്റേഴ്സ് ആയിരുന്നു ഇതുള്ളൂ വാറണ്ടി. ഇതിന് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ്. അപ്പോൾ എനിക്ക് ഡെയിലി ഒരു 54 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഓഫീസിൽ പോകണ ഇതില്ല പോണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടെ നോക്കി. പിന്നെ ഇഞ്ചോൻ്റെ ആണെന്ന് മറ്റേ മൂപ്പിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതും കൂടിയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ അങ്ങനെ സർവീസ് ഈ ടൊയോട്ടയുടെ അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? സർവീസ് നല്ല സർവീസാണ്. ഞാനവിടെ നെട്ടൂരാണ് ചെയ്യുന്നത്. അവിടെ മറ്റേ ബോഡി ഷോപ്പിലും വർക്ക്ഷോപ്പിൻ്റെ ഹെഡ് ഉണ്ട്, ജോർജ് എന്നുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും സൺഡേസിൽ വിളിച്ചവരെ നമുക്ക് എല്ലാം ഫെസിലിറ്റി എല്ലാം അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവിടെ ഇതിന് ഇത് ചെയ്തത്. പിന്നെ എൻ്റെ റെഫറൻസ് തന്നെ വേറെ 3 കാർ എടുത്തു തന്നെ. എനിക്കിത് ഓരോ സോണറ്റ് ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇത് മേടിച്ചിട്ട് പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഓടിക്കാൻ. ഓവർടേക്കൊക്കെ ചെയ്യുമ്പോഴും ടബോ ഇതായിട്ട് നല്ല ഫീലിംഗ് നമുക്ക് വണ്ടി എടുത്തത്. എങ്കിൽ പോലും പലപ്പോഴും പറയുന്നത് ഇപ്പോൾ കൊറിയൻ വണ്ടികൾ അല്ലെങ്കിൽ ജാപ്പനീസ് വണ്ടികളൊക്കെ ഒരു ചെറിയ സ്റ്റെബിലിറ്റി പ്രശ്നം സ്പീഡിലൊക്കെ പോകുമ്പോഴുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് മറ്റ് യൂറോപ്യൻ വണ്ടികളുടെ പോലെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോണ്ടിച്ചേരിക്ക് 2 തവണ ഇതുകൊണ്ട് പോയിട്ടുണ്ട്. അതൊരു 180 സ്പീഡിലേക്കാണ് പോയത്. അതൊന്നും ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഞാൻ പോണ്ടിച്ചേരി 3 തവണ ഇപ്പോൾ 1 തവണ പോയപ്പോൾ ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈലില്ലേ അതിലാണ് പോയത്. അപ്പോൾ അതിൽ ഫീൽ ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡിൻ്റെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നോയ്സ് ഒന്നുമില്ല. നല്ല കംഫർട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്. എന്ത് മൈലേജ് ഇടുന്നുണ്ടാവും? എനിക്ക് 17-18, എനിക്ക് 21 വരെ കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു 17-18 കിട്ടുന്നുണ്ട്. ശരി. ആ സമയത്ത് എടുക്കുമ്പോൾ എന്ത് വിലയായി? അന്ന് ഞാൻ സെക്കൻഡ് വേരിയൻ്റ് എടുത്തത് 14 lakhs ആണ്. പിന്നെ അതുകൊണ്ട് കുറേ റീപെയിൻറ്റിങ് ഇതൊക്കെ ചെയ്തു തന്നെ. സാധാരണ ഇതിൻ്റെ അകത്ത് ഫൈബർ പോർഷൻ വലിയ ഭയങ്കര ഇതിലാണ് ഫൈബർ പോർഷൻ വന്നത്. അത് മാറ്റി ഫുൾ കിയ തന്നെ ബോഡി കളർ പെയിൻറ്റും എല്ലാം ചെയ്തു തന്നെ. പിന്നെ ടയർ അപ്സൈസ് ചെയ്തു. അങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു 2 lakhs-ന്റെ 3 lakhs-ന് അടുത്ത് ചെയ്തിട്ടുണ്ട്. ഈ ടയർ അപ്സൈസ് ചെയ്തപ്പം നമുക്ക് വണ്ടിയുടെ ഒരു ക്യാരക്ടറിലൊന്നും വ്യത്യാസമൊന്നും വന്നില്ല. കമ്പനിയുടെ സൈസ് ഇപ്പോൾ 18 ഇഞ്ച് വരുന്നുണ്ടായിരുന്നല്ലോ, 17 വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ സെയിം 17 ഇഞ്ചിന്റെ സെയിം ടയർ സൈസിലാണ് മാറ്റിയത്. വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ വാറന്റി ഇഷ്യൂ അങ്ങനെയൊക്കെ വന്ന ആ ഇതിൽ ചെയ്തത്. എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇപ്പോൾ? ഇതിപ്പോൾ 73. അത്രയായി. അപ്പം കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്ന ആൾ തന്നെയാണ്. 3 വർഷം സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്?
6000 ആ റേഞ്ചിലൊക്കെ വരുന്നത്. വേറെ എന്തെങ്കിലും മേജറായിട്ടുള്ള കംപ്ലൈൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മേജർ ഡീസൽ വണ്ടിക്ക് പൊതുവെ എല്ലാത്തിനും ഇഞ്ചക്ടേഴ്സിന്റെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇതിനും ഒരു 60,000 ആകുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ഇഷ്യൂ വരുന്നുണ്ട്. എൻ്റെ സെയിം കസിനും 60,000 ആയി. അതിന് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ആയി, അതിന് റീപ്ലേസ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് നോക്കിംഗ് സൗണ്ട് വരും, പയ്യെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നോക്കിംഗ് വരും. അങ്ങനെ വരുമ്പോഴാണ് ഇഞ്ചക്ടേഴ്സ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതിനെന്ത് ആയി കാണും? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷന് ഒരു 12,000 റുപ്പീസാണ് പറഞ്ഞത്. പക്ഷേ വാറണ്ടി ഉള്ളതുകൊണ്ട് വാറണ്ടി റീപ്ലേസ് ചെയ്തു. ഇത് ചെറിയ കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ പവർ സ്റ്റിയറിംഗ് ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്തായിരുന്നു. വേറെ അല്ലാണ്ട് വേറെ ഇഷ്യൂസ് മേജറായിട്ടുള്ളൊന്നും ഇതായിരുന്നു. പക്ഷെ നമുക്ക് നല്ല സർവീസിങ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും ചെയ്തു തരും. നമ്മൾ 2-3 തവണ ഷോറൂം പോയി ഇറക്കേണ്ട ആവശ്യമൊന്നും തന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സർവീസിംഗ് ആണ് ഏറ്റവും ഉള്ളത്. അത് കേട്ട് ടാറ്റയുടെ കസ്റ്റമേഴ്സ് കൊതിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട്. കാരണം അതുപോലെ പലതവണ കയറി ഇറങ്ങുന്ന അവസ്ഥയാണ് പലരും പറയാറുള്ളത്. ഇത് കണ്ടോ, ഒരു പരാതിയില്ല, വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നാൽ പോലും സർവീസ് അത്ര മികച്ചതായതുകൊണ്ട് ഒരു പരാതിയും കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? ഫീച്ചേഴ്സ് നമുക്ക് ഡ്രൈവിങ്ങിലും ഫീലിംഗ് ഇല്ല. നമ്മൾ ഓടിക്കുമ്പോൾ ഇപ്പോൾ തേർഡ് ഗിയർ ആയാലും നല്ല പവർ ഉണ്ട്. ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയാലും നല്ല നമുക്ക് നന്നായിട്ട് ഓവർടേക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഡ്രൈവിങ് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കംഫർട്ട് ഉണ്ട്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്. പൊതുവെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്നും ഒരു സൗണ്ട് ഇല്ല, പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്നും കേൾക്കില്ല, ഇതിൻ്റെ ഒരു സൗണ്ടും ഇല്ല എൻ്റെ അകത്ത്. പിന്നെ എൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നോർമൽ റോഡിൽ പോകുമ്പോൾ BMBC അല്ലാത്ത റോഡിൽ പോകുമ്പോൾ ചെറിയൊരു ചാട്ടം പോലെ ഉണ്ട്, ബമ്പി ഫീൽ വരും അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു IMT കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അത്രയും മൈലേജ് കിട്ടുന്നില്ല. ഞാൻ സോണറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട്, അപ്പോൾ അതിന് 13-14 ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ IMT എടുക്കുകയെന്ന് വെച്ചാൽ IMT ആണെങ്കിൽ നമുക്ക് മാനുവൽ സുഖം കിട്ടും. മറ്റേ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇത്ര RPM-ലുള്ള ഇത്ര ഗിയറിലാണല്ലോ മാറുള്ളത്. IMT നല്ലൊരു ഓപ്ഷനാണ്. IMT ഞാൻ പലപ്പോഴും ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. IMT എന്ന് കേൾക്കുമ്പോൾ നമ്മൾ AMT എന്നൊക്കെ ഉള്ളൊരു പേടിച്ചിട്ട്, അങ്ങനെയല്ല. IMT എന്ന് പറഞ്ഞാൽ AMT ആയിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ എങ്ങനെയാണോ മാനുവൽ ഗിയറുള്ള വണ്ടി ഓടിക്കുന്നത് അതേ തന്നെ ക്ലച്ച് ഔട്ടാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നല്ല രസമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഈ IMT-യിലുള്ളത്. ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പം ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്നു തുടങ്ങിയല്ലോ, ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? EV ഓടിച്ചിട്ടുണ്ട്, MGയുടെ കോമറ്റും പിന്നെ ടാറ്റയുടെ ടിയാഗോ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം ഓടിച്ചിട്ട്? ഒരു ഡീസൽ വണ്ടി ഓടിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് ഓടിക്കുമ്പോൾ ഡീസൽ വണ്ടി ഒരു ഫീലിംഗ്, നമുക്ക് ആ എഞ്ചിൻ്റെ ഇതും ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ത്രോട്ടിൽ കൊടുക്കുമ്പോഴും ആ ഒരു ഫീലിംഗ് കിട്ടില്ല. പവറും പവറുണ്ട് എന്തായാലും, പക്ഷെ ആ ഫീലിംഗ് നമുക്ക് ഒന്നും കേൾക്കാനില്ല. അപ്പോൾ എൻ്റെ കുഴപ്പം ചെറിയൊരു ഒച്ച ബഹളം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കേൾക്കും. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രിക് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇലക്ട്രിക് ഞാൻ ഹൈബ്രിഡാകും കുറച്ചുകൂടെ നോക്കാം. ഇലക്ട്രിക് കാർ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മെയിൻ കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ബാറ്ററിയുടെ വാറണ്ടി എനിക്ക് അതിനെ സംബന്ധിച്ചോളം 5 വർഷമൊക്കെ ആകുമ്പോൾ എനിക്ക് 2 ലക്ഷം കിലോമീറ്ററിന് അടുത്ത് വരും. അപ്പോൾ തന്നെ ബാറ്ററി വാറണ്ടി എല്ലാം തീരും, റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒത്തിരി പ്രശ്നമുണ്ട്. പിന്നെ ഈ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 10 lakhs 12 lakhs ടിയാഗോ പോലത്തെ കാറുകൾ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ലോങ് ഇത്ര ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട്, ഹൈറ്റും ഉള്ളതുകൊണ്ട് കാലും ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതിന് ഡ്രൈവിംഗ് കംഫർട്ടും ഒരു നോക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് വലിയ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴും സിംഗിൾ വണ്ടിയാണെങ്കിൽ നമുക്കത് പറ്റില്ല. ഇപ്പോഴത്തെ സംബന്ധിച്ചോളം ഹൈബ്രിഡ് ആണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ. ഏതാണ് ഇപ്പോൾ മനസ്സിൽ കണ്ട ഒരു ഹൈബ്രിഡ്? ഹൈബ്രിഡ് ഇപ്പോൾ ആകെ ടൊയോട്ട മാത്രമേ ഉള്ളൂ. എൻ്റെ തിരിച്ചു വീണ്ടും ടൊയോട്ട എത്താനുള്ള സാധ്യതയാണുള്ളതല്ലേ? ടൊയോട്ട ഇതുണ്ട്. പിന്നെ പുതിയ താറ് 5 ഡോറിനും SUV ടൈപ്പ് ഉള്ളതിലേക്ക് എനിക്ക് താല്പര്യമുള്ളൂ. സെഡാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കുന്ന പൊസിഷൻസ് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, ഹോണ്ട സിറ്റി ലിവ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലിവ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ലിവയിൽ എപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഡ്രൈവിംഗ് കംഫർട്ടായിരുന്നു. അപ്പോൾ ഹോണ്ട സിറ്റി ഈ കുഴിയിലിരിക്കുന്ന ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലിവ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫീച്ചേഴ്സ് കൂടി വന്നിരുന്നെങ്കിൽ ഗംഭീര വണ്ടിയായിരുന്നു. അവന്മാരത് നശിപ്പിച്ചു എന്നാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം റീസെയിൽ വാല്യൂ ഉള്ളത് ലിവയ്ക്കും എറ്റിയോസിനുമാണെന്നുള്ളത് അമ്പരപ്പിക്കുന്നത്. ഞാൻ 6 years ഉപയോഗിച്ച വണ്ടി 135 കിലോമീറ്റേഴ്സായി. ഞാൻ സെയിൽ ചെയ്തത് 5 lakhs-നാണ്. 7 lakhs മേടിച്ച് 5 lakhs 6 years കഴിഞ്ഞിട്ട്. റീസെയിൽ വാല്യൂ അതെ, എന്തൊരു റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ 73,000 കിലോമീറ്റർ ഓടിയതുകൊണ്ടും ഡീസൽ വണ്ടി ആയതുകൊണ്ടും 1 ലക്ഷത്തിനടുത്തൊക്കെ എത്തുമ്പോൾ മാറ്റാനുള്ള സാധ്യതയാണുള്ളത്, അല്ലേ? ഞാൻ സാറിന് 5 years കഴിയുമ്പോൾ വണ്ടി മാറ്റാറുണ്ട്. വാറണ്ടി തീരുമ്പോഴും മാറ്റും.
പിന്നെ ഇത് പക്ഷേ ഇതിനോട് നോക്കി ഭയങ്കര ഇഷ്ടമാണ്. ആ യാത്ര സുഖം ഭയങ്കര ഓട്ടോമാറ്റിക് അല്ല എന്നുള്ള IMT അല്ല എന്ന് മാത്രമേ ഓപ്ഷൻ ഇതുള്ളൂ. അന്ന് IMT ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതിലൊക്കെ IMT ബേസ് മോഡലോട്ട് IMT വന്നു. ടൗണിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വെച്ചാൽ 6 ഗിയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ട്രാഫിക് കിടമ്പോൾ ഗിയർ മാറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും വലിയ താമസമില്ലാതെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് എത്തട്ടെ, അത് ഹൈബ്രിഡിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനെ കുറ്റമൊന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം സർവീസ് ആയാലും വണ്ടി ആയാലും പക്കയാണ്, കുടുംബങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വണ്ടിയാണ് സെൽറ്റോസ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അതിന് അടിവര ഇടുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ടാൽ കൊതി വരുന്ന ഒരു സ്കോഡ റാപ്പിഡിൻ്റെ ഓണറിനെയാണ്. ഓണറെ കാണുമ്പോഴും കൊതി വരുന്ന കാര്യമല്ല കേട്ടോ, വണ്ടി കാണുമ്പോൾ കൊതി വരുന്ന കാര്യമാണ്. നമസ്കാരം. ഓസ്റ്റിൻ. എന്ത് ചെയ്യുന്നു ഓസ്റ്റിൻ? ഞാനിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഫാദറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളിലേക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ ഫാദറിൻ്റെ ബിസിനസ്സിലേക്ക് ഒരു 1 ഇയർ ജോയിൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ബിസിനസ് ഫാദറിന്? ഫാദർ ഇന്ത്യൻ ഓയിലിൻ്റെ ഡീലറാണ്. ശരി. കേരളത്തിലെ എവിടെ? നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് മെറ്റൽ ട്രഷർ ഉണ്ട് വാഗമണിൽ. അപ്പം അതിലേക്കൊക്കെ ഞാനിങ്ങനെ ഒരു മുതലാളിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യൻ ഓയിൽ ഡീലർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഓയിലുകളോ അതോ പമ്പുണ്ടോ? LPG-യുടെ കേരളത്തിൽ. ഓക്കെ. അപ്പോൾ വേറെ വണ്ടി കാണണമല്ലോ ഇതല്ലാതെ? വേറെ ഒരു XJL ഉണ്ട്, ജാഗ്വർ XJL. ശരി. പിന്നെ ഒരു വോൾവോ ഉണ്ട് XC60. XC60. പിന്നെ ഒരു ഇന്നോവ ഉണ്ട്, പിന്നെ ഒരു കൊച്ചു റിക്സ് ഉണ്ട്. അത് ശരി. അധികം വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും വണ്ടികൾ നിരത്തി ഇട്ടിട്ട് രാവിലെ പോകാൻ നേരത്ത് ഏത് വേണമെന്ന് ചോദിച്ചാൽ ഏതെടുത്തോണ്ട് പോകും? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈസ് വൈസ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇത് ഞാൻ RBRൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്, റെഡ് ബാൻഡ് റേസിംഗിൽ. നമ്മുടെ എറണാകുളത്ത് നമ്മുടെ അതുൽ എന്ന് പറഞ്ഞ ആളാണ്. കഴിഞ്ഞ തവണ അത് ചെയ്ത 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ വണ്ടി ഇപ്പം നിലവിലൊരു 140-145 HP ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ കാര്യം ഇത്രയും ഒരു പവർ തരുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ലോങ് റൺ ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. DSC 1.5 DSC ഗിയർ ബോക്സ് D2 200. അപ്പം ഭയങ്കര ഒരു ഹാപ്പിയാണ് നമ്മളിതായാലും. നമുക്ക് വേറെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊരു കംഫർട്ട് റൈഡ് ആണല്ലോ. ഈ പറഞ്ഞ പോലെ സ്കോഡയുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും കംഫർട്ട് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് റൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഹാപ്പിയാണ്. ഈ സ്കോഡയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തിനാണ് ഈ വണ്ടി നിർത്തിയെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അതെ, ഏതാ ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ പോലെ കുഷാക്കിലും അല്ലെങ്കിൽ സ്ലാവിയിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കംഫർട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്തിരി ഫീച്ചേഴ്സ് കുറവായിരുന്നു. ഫീച്ചേഴ്സ് കുറച്ച് കുറവാണ്, പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം എല്ലാ വണ്ടി കംപ്ലീറ്റ്ലി ലോഡഡ് ആണ്. ആകെ കാർപ്ലേ അങ്ങനത്തെ ഫെസിലിറ്റീസ് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോഴേ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നും പുതിയ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായിരുന്നു എനിക്ക് ഇതിനും വെൻഡോയ്ക്കും തോന്നിയിരുന്ന ഒരു പ്രശ്നം. അതായിരുന്നു. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൽ ഒന്നായത് അതായത് ഇതിൻ്റെ പവർ ഭയങ്കര ഒരു നമുക്കൊരു. അപ്പോൾ നമ്മൾ ഈ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? മൈലേജ് കുറഞ്ഞോ അതോ പവർ കൂടുതൽ ടൈമിൽ നമുക്കൊരു ഏകദേശം ഒരു 1 to 2 കിലോമീറ്റർ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടി. എത്ര BSP കൂടി? നമുക്ക് ഓൾമോസ്റ്റ് 30 to 35 BHP ആണ് ഗെയിൻ. മൈലേജ് കുറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ സ്റ്റേജ് 1+ ആണ് ചെയ്തേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ BMCയുടെ എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ നമുക്കൊരു 17-18 കിലോമീറ്റർ മൈലേജോളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എത്ര നാളെ എടുത്തിട്ട്? നമ്മളിപ്പോൾ എടുത്തിട്ട് ഞാൻ 2017 മോഡലാണ് നമ്മൾ പുത്തമ്പണ്ടി എടുത്ത. ഈ പറഞ്ഞ പോലെ 7 വർഷമായി. 7 വർഷമായി കണ്ടു കഴിഞ്ഞാൽ 7 വർഷം 7 മാസമായാലും തോന്നുന്നു. ഇതുപോലെ കൊണ്ടു നടക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. ഫാദറിനും ഈ പറഞ്ഞ പോലെ വണ്ടിയോട് ഭയങ്കര. ഫാദറിന് ഇഷ്ടപ്പെട്ട വണ്ടി അതാ നമ്മുടെ കയ്യിലുള്ളതിൽ? ഫാദറിന് ഇഷ്ടപ്പെട്ട XJL ആൾ ഒത്തിരി ആഗ്രഹിച്ചെടുത്തല്ലേ. പക്ഷേ XJL പലപ്പോഴും ഈ ലോ ക്ലിയറൻസ് കാരണം കേരളത്തിലെ റോഡുകളിൽ ബുദ്ധിമുട്ടില്ലേ? നമുക്കങ്ങനെ വലിയൊരു പ്രശ്നമില്ല. നമുക്ക് ആകെ ഒരു പ്രശ്നമായിട്ടോ ഇഷ്യൂസൊക്കെ ആയിട്ട് തോന്നിയേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ മാറ്റേഴ്സാണ് നമുക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ നോർമൽ സസ്പെൻഷനും ബാക്കിൽ എയർ സസ്പെൻഷനുമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയൊരു
ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഒരു ഹൈറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഫാദറിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ XC60 പറയുന്നതാണ്. കാരണം ഒരു ക്രഷറൊക്കെ ഉള്ള ആളാകുമ്പോൾ ഇല്ല, ആൾക്ക് XC60 ഇഷ്ടമാണ്. പക്ഷേ XJL ഞാൻ പറയാൻ കാര്യം ആൾ ഒത്തിരി ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ XJL എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഈക്വൽ ടു S ക്ലാസ് എന്നുള്ള രീതിയിലാണല്ലേ അല്ലെ ഒരു 7 സീരീസ്. അപ്പോൾ ആൾ ഒത്തിരി ആഗ്രഹിച്ചെടുത്ത വണ്ടിയായതുകൊണ്ട് ആൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് XJL തന്നെയാണ്. അതുപോലെ ഇത്രയും വണ്ടികൾ പറഞ്ഞപ്പോൾ ആ കൂടെ ഇലക്ട്രിക് വണ്ടി ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരും അത് ഓടിച്ചു നോക്കിയിട്ടില്ല. എന്താണ് ഇലക്ട്രിക് വണ്ടി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളൊന്ന് കഴിയട്ടെ എന്നുള്ള രീതിയിലേക്കാണ്. കാരണം ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരെ ഇറക്കിയിട്ടേ ഉള്ളല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. മിക്ക വണ്ടികൾ ഇപ്പോൾ പ്രീമിയം കാറൊക്കെ ആണെങ്കിൽ നമുക്ക് സെല്ലായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ ബാറ്ററി ഒക്കെ ഫുള്ള് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലോ എന്നുള്ളൊരു ടെൻഷനാണ്. എല്ലാവരുടെയും ആശങ്ക അതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചാൽ ഇതേ വാചകമാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും, എല്ലാവരും ഒന്ന് വാങ്ങിക്കട്ടെ നോക്കാം എന്നുള്ളൊരു വണ്ടിയിലാണ് എല്ലാവരും എന്നുള്ള രീതിയിൽ. പിന്നെ തമിഴ്നാട് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ. പക്ഷേ ഇപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കൊച്ചി യൂസിനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇലക്ട്രിക് വണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവിടുത്തെ തിക്കിലും തിരക്കിലും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഈ വണ്ടിക്ക് തരാൻ പറ്റുന്നതിലൊരു മാക്സിമം ഒരു മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ടബിൾ ആണ് കുറച്ചുകൂടെ. ഈ പറഞ്ഞ പോലെ MGയുടെ കോമറ്റ് പോലെയുള്ള വണ്ടികളൊക്കെ ഞാൻ വാങ്ങിച്ചു. തീർച്ചയായിട്ടും അത് സിറ്റിയിൽ ഏറ്റവും വരുന്നത്. പക്ഷേ ഇവർ കട്ടപ്പനയല്ലേ ബേസിക്കലി അല്ലേ? കട്ടപ്പനയിലൊക്കെ സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു നല്ല റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് തന്നെ വേണ്ടി വരും. ഇലക്ട്രിക് വേണ്ടി വരും. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഇതിപ്പം 1,30,000 കിലോമീറ്റർ. ശരി. നമുക്ക് പിന്നെ വണ്ടിയുടെ ക്രൈസ് ഉള്ളോട്ട് തൂത്തി ഇങ്ങനെ തൂത്ത് വൃത്തിക്ക് കൊണ്ട് നടക്കാന്നുള്ളൊരു സംഭവം ഫാദറിനും ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടിക്കിനെ വൃത്തിക്ക് കൊണ്ട് നടക്കാന്നുള്ളത്. അപ്പോൾ ഈ 1.30 ഓടിയ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞു. സർവീസും വാറണ്ടി പീരീഡും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന് എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം കിട്ടി. ശരി. അത് അവർ വണ്ടിയുടെ ക്വാളിറ്റി വൈസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എഞ്ചിൻ്റെ കാര്യങ്ങളും ബേസിലാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി പെർഫെക്റ്റ്ലി ഓക്കെ ആയതുകൊണ്ട് തന്നെ അവരൊരു 2 ഇയേഴ്സോളം നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ ഇല്ലായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇതിന്റെ മെക്കട്രോണിക്സ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇഞ്ചക്ടേഴ്സ് അതെല്ലാം വാറണ്ടിയിൽ മാറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ടെൻഷൻ ഇല്ല. മേജർ ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ മാറി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഇത് കാര്യം ഇടയ്ക്ക് കൊടുക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ ഓർത്തു. പക്ഷെ എന്നാലും മനസ്സിൽ നോക്കുമ്പോൾ വേണ്ട. സത്യം പറഞ്ഞത് കൊതിപ്പിക്കുന്ന രീതിയിലാട്ടോ കൊണ്ടു നടക്കുന്നത്. എങ്കിൽ പോലും 1.30 ഇനിയിപ്പോൾ നമ്മൾ ഒരു കൊടുക്കേണ്ട സമയമായല്ലോ. ഞാൻ ആകെ ഈ പറഞ്ഞ പോലെ ഒരു 16 ഇഞ്ചായിരുന്നു വീൽസ് വരുന്നത്. ഞാനത് 17 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ RBRൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോഡ് ചെയ്തായിരുന്നു വണ്ടി. അതെല്ലാം കൊണ്ട് ഈ പറഞ്ഞ പോലെ വണ്ടി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ബ്രേക്കിംഗ് ആക്കി. അങ്ങനത്തെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ലോക്ക് ചെയ്ത ഫീച്ചേഴ്സൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ എക്സ്ട്രീംലി നമ്മൾ ഹാപ്പിയാണ്. എങ്കിൽ പോലും ഇനി മുന്നോട്ട് പോകുമ്പോൾ റീസെയിൽ വാല്യൂ ഒക്കെ കുറയും. ഇത്ര ഓടിയ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇത്ര ഓടിയ ഒരു വണ്ടി ആയതുകൊണ്ട് റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ മടിയാണ്. എങ്കിൽ പോലും കൊടുത്താൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് എന്തായിരിക്കും? ഇതിൻ്റെ ഒരു റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു VRS എടുക്കണമെന്നാണ് ആഗ്രഹം. ഇതിന്റെ റീപ്ലേസ്മെന്റ്. കാരണം അതൊരു കാര്യം നമ്മൾ VRSനെ പറ്റി എനിക്ക് അത്രമാത്രം ഒരു നോളജ് ഇല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അതുമായിട്ട് യൂസ്ഡ് ആയി ഡ്രൈവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. വണ്ടി നമുക്ക് വേറൊരു ഫീലാണ്. കാര്യം പെട്രോളാണ്, പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ട്യൂൺ ചെയ്യുന്ന കാര്യം പോലും വരില്ല. ട്യൂൺ ചെയ്യുന്ന കാര്യം പോലും ഇല്ല. ഒരു ഫൺ ടു ഡ്രൈവ് കാറാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യണേ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാം. ചോട്ടിപ്പൊളിച്ച് ഓടിക്കണേ ചോട്ടിപ്പൊളിച്ച് ഓടിക്കാം. പിന്നെ സ്കോഡയുടെ എല്ലാ വണ്ടികളും എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫാമിലി ആയിട്ടാണെങ്കിലും അല്ല. ഇപ്പൊ പുതിയ VRS 2000 യൂണിറ്റ്സുകൾ എന്താ വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. അതാണെങ്കിൽ അതിൽ ഹൈബ്രിഡ് ടെക്നോളജിയും കൂടെ ഉണ്ട്. അങ്ങനെയുള്ള സാധനമാണ് വരാൻ പോകുന്നത്. പക്ഷെ വില എന്തായാലും 50-ന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കൂടുതൽ LPG സിലിണ്ടർ വിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് VRS വേണ്ടി നമുക്ക് വീണ്ടും കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ കാണുന്ന വാഹനം ഒരു സ്പെഷ്യൽ എഡിഷനാണ്. അതായത് BMW-ൻ്റെ എന്തായിരുന്നു 50th ആനിവേഴ്സറി, അതായത് 5 സീരീസിൻ്റെ എം സ്പോർട്ടിൻ്റെ 50th ആനിവേഴ്സറി അല്ലേ? അതെ, എല്ലാ BMWസിലും ഇത് ഇറക്കിയാണ്. ഓരോ വേർഷനിലും 50 കാർ വെച്ചിട്ടാണ് ഇറക്കിയത്. ശരി.
അപ്പോൾ 530Dയുടെ സ്പെഷ്യൽ എഡിഷൻ ആണിത്. 530i ആണ്. ഐയുടെ സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പോൾ അതിൽ ലോഗോയിലുള്ള കളേഴ്സ് വരെ കളേഴ്സ് ഡിഫറെൻറ്റ്. അവരങ്ങനെ ജാറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ. ജർമ്മനിയിൽ ജാറ എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് അതിൻ്റെ അർത്ഥം. 50 years ആയതിൻ്റെ പെർഫോമൻസിൻ്റെ അങ്ങനെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയതാണ്. അപ്പോൾ അത് കേരളത്തിൽ അധികം വണ്ടികൾ ഉണ്ടാവില്ലല്ലോ? ഇല്ല, കേരളത്തിൽ 2 ഉള്ളൂ. ഇത് ഫസ്റ്റ് വണ്ടിയാണ്. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഫുള്ള്. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ബുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ മറ്റേ സാധാരണ 530iയുമായിട്ട് എന്ത് വില വ്യത്യാസം വന്നു ഇതിന്? 5 lakhs ഡിഫറൻസ്. അത്ര വ്യത്യാസമുണ്ട്. ലോഗോയുടെ നിറമൊക്കെ മാറ്റിയപ്പോൾ തന്നെ പിന്നെ അകത്ത് കുറച്ച് ക്ലോസ്നെസ് അല്ലേ? അങ്ങനെ അലോയ് വീൽസ്, പിന്നെ എക്സോസ്റ്റിന്റെ ഈ കളേഴ്സ്, പിന്നെ മിറേഴ്സ് എല്ലാം ഒരു ഇതിന്റെ ഒരു എഡിഷൻ ആയിട്ട് മാറ്റി. സീറ്റ് ബെൽറ്റ് എല്ലാം ജാറയുടെ ആ ഒരു ലോഗോ വെച്ചിട്ടാണ് അവർ ചെയ്തത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ BMW ഇപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉള്ളൊരു കാലഘട്ടത്തിൽ BMWയിലേക്ക് പോവുകയും അതും 530iയിലേക്ക് പോകുന്നു? സാധാരണ എല്ലാവരും ഡീസലിലേക്ക് പോകുന്നു, ഇത് പെട്രോളിലേക്ക് പോയി, സ്പെഷ്യൽ എഡിഷനിലേക്ക് പോയി. എന്താണ് അത്രയ്ക്ക് വലിയൊരു BMW ഫാനാണോ? അങ്ങനെ BMW ഫാനായിട്ടല്ല, ഞാൻ സെഡാൻ ഫാനാണ്. അപ്പം അങ്ങനെ എല്ലാ സീരീസിലും ഞാൻ ഒരു മിഡ് പോകണമെന്ന്. എനിക്ക് സ്റ്റാർട്ടിങ്ങിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എല്ലാം പറയാറുള്ളത് ഒരു മിഡ് എടുത്താലേ അതിനുള്ളൂ. അപ്പം 5 ആണ് ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പം ആ ഒരു മിഡ് സീരീസിൽ ഈ ക്ലാസ് 5 സീരീസ്, A6, വോൾവോയുടെ S90, പിന്നെ ഒരു സീരീസ് ആണ്. അതെല്ലാം ഞാൻ ചെയ്തായിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എല്ലാം ഓടിച്ചു നോക്കി. ജാഗ്വാർ ഉൾപ്പെടെ ഓടിച്ചു നോക്കിയാണ്. അപ്പോൾ അതിലെനിക്ക് കുറച്ചുകൂടെ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയത് BMW ആണ്. മറ്റേതിലൊക്കെ കൂടുതലും കംഫർട്ടാണ്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് നാളത്തേക്കൊന്ന് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. പേരും ചോദിച്ചില്ല, എന്ത് ചെയ്യുന്നു ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല. രോഹിത്, ഞാൻ ഡോക്ടറാണ്. ശരി. എവിടെ? ലോട്ടസ് ഐ ഹോസ്പിറ്റൽ. റിഫ്രാക്റ്റീവ് സർജൻ. സർജനാണ്. അതെ. ശരി. കുറച്ച് കാര്യങ്ങൾ ക്യാമറ ഓഫ് ആയിക്കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ കണ്ണിൻ്റെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇത്രയധികം എന്താ പറയുക എക്സ്പെക്ടേഷനോട് എടുത്തിട്ട് അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ ഈ വാഹനം? ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരു 80% എൻ്റെ എക്സ്പെക്ടേഷനിലാണ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു ഫാമിലി, എനിക്ക് 2 പിള്ളേരുണ്ട്, ചെറുതാണ്, വൈഫ് ഡോക്ടറാണ്. അപ്പം ഇവരെല്ലാമായിട്ട് ഒരു ലോങ് പോകുമ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ആ 20% എന്താണ്? 20% ബേസിക്കലി സെഡാൻ്റെ ഡിഫക്റ്റാണ്. കുറച്ചൊക്കെ ഒരു ലോവർ സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഫോർച്യൂണർ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഈവൻ ദോ ബോഡി റോളിംഗ് ഉണ്ടെങ്കിലും നമ്മൾ ഹൈവേയിൽ പോകുമ്പം അത്രയും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ നമ്മൾ കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ചെറിയൊരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഉണ്ട്. വീട്ടുകാർക്കും ഇഷ്ടം അത് തന്നെയായിരുന്നു. അവരിപ്പോഴും ഉണ്ട് എൻ്റെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അവർ അതാ പ്രിഫർ ചെയ്യുന്നത് ഇത് ഓടിക്കാനായിട്ട്. പക്ഷേ ഇത് ഓടിച്ചില്ലെങ്കിലും നഷ്ടമായതുകൊണ്ട് ഇതെടുക്കുന്നുണ്ട്. എത്രയായി ഇത് ഓൺ റോഡ് എടുത്തപ്പോൾ? ഇതൊരു 85 എടുത്ത്. 85-നുള്ളതുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഇത്തരം ടാക്സ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാം ലെക്സസ് വരെ ഓടിച്ചു നോക്കി, എല്ലാം 85 അടുത്ത് ആയിട്ടുണ്ട്. ശരിയാണ്. ഈ ലെക്സസ് ഓടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഹൈബ്രിഡിന്റെ ഒരു കുറച്ചുകൂടി സുഖം തോന്നിയില്ല? അതിന്റെ മെയിൻലി മൈലേജ് ആണ്. അത് നല്ലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിറ്റിക്കകത്ത് തന്നെ ഓടിക്കാം. ഇത് നമുക്ക് മൈലേജ് ഇതിന് കിട്ടുന്നത്, ഇതിന് നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു 7-8 കിട്ടും. സിറ്റിക്കകത്തൊക്കെ ഒരു 6-7 ആണല്ലേ? അത്രേ ഉള്ളൂ. 6-7 ഉള്ളൂ. പിന്നെ കുറച്ചൊരു നമ്മൾ എവിടെയെങ്കിലും സ്പേസ് ഇട്ടുന്ന ആക്സിലേഷൻ കൊടുക്കുമ്പോഴേക്ക് അങ്ങ് കത്തി തീരുകയാണ്. വളരെ ദീർഘദൂരമൊക്കെ ഓടിച്ചോ? ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ബാംഗ്ലൂർ ഒക്കെ പോകുന്ന ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഫോർച്യൂണർ ഇതുമായിട്ടുള്ള ഡിഫറൻസ് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സ്റ്റെബിലിറ്റി ഉണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഒരു 100-120 കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് പക്ഷേ ഒരു 200 പോയാലും നമ്മൾ അറിയത്തോരില്ല. ഈ ബാക്ക് സീറ്റ് കംഫർട്ടിനെ പറ്റി കുടുംബം എന്താണ് പറയുന്നത്? ഒട്ടും കംഫർട്ടബിൾ അല്ല. അത് പിള്ളേർക്ക് ഉൾപ്പെടെ കംഫർട്ടബിൾ അല്ല. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ ബാക്ക് സീറ്റ് ഇരിക്കാൻ തന്നെ നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഫ്രണ്ട് കോ പാസഞ്ചർ കംഫർട്ടാണ്, കുഴപ്പമില്ല. ബാക്കിലോട്ട് പോകുന്നത് ഞങ്ങളുടെ ഫാമിലി ആർക്കും ഇഷ്ടമല്ല. ശരി. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഞാനിതൊരു 10,000 ആയിട്ടുള്ളൂ. സർവീസിലേക്കൊന്നും എത്തിയിട്ടില്ല. സർവീസ് കഴിഞ്ഞു. ഒരു സർവീസ് 2 years ആയി. 2 years ആയി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും ഫോർച്യൂണറാണ് കൂടുതൽ ഓടുന്നതെന്ന്. തന്നെ റീസെയിൽ വാല്യൂ നോക്കിയാലും അത് വാങ്ങിച്ച വില തന്നെ കിട്ടും ഇപ്പോഴും അല്ലേ? ഇതാ ഒരു ആഗ്രഹത്തിന് പുറത്തെടുത്ത. ഇനി ഒരു ഇതിൽ നിന്ന് വിട്ടിട്ട് കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇപ്പം എല്ലാവർക്കും കണ്ണിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പം തിമിരം എന്ന് പറയുന്നത്, കാറ്ററാക്ട് വരുന്നത് നമ്മൾ ലൈറ്റിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് എന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ആകുമ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് എപ്പോഴും സൺഗ്ലാസ് വെക്കണം. പ്രിഫറബിളി സൺഗ്ലാസസ് യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം ഈ UV റേഡിയേഷൻ അല്ലെങ്കിൽ പല ടൈപ്പുള്ള റേഡിയേഷൻ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ റേഡിയേഷൻ പോലും നമുക്ക്
ഈ കാറ്ററാക്റ്റിനെ ഇൻഡ്യൂസ് ചെയ്ത് സ്റ്റഡീസ് ഉണ്ട്. അപ്പം എപ്പോഴും ഒരു പ്രിഫറബിളി സൺഗ്ലാസസ് അഡ്വൈസബിൾ ആണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന്. ആണല്ലേ? അതെ. അത് തന്നെയാണോ തിമിരത്തിന്റെ പ്രധാന കാരണം? അങ്ങനെ അല്ല, പല റീസൺസ് ഉണ്ട്. ഏജ് ഉണ്ട്, പിന്നെ നമ്മുടെ ഷുഗർ വാല്യൂസ് കൺട്രോൾഡ് അല്ലെങ്കിൽ പല നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം വേണേൽ വരാം. അപ്പോൾ ഇനി വീണ്ടും വണ്ടിയിലേക്ക് തന്നെ വരാം. പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒന്ന് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഇത്തരം വണ്ടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നല്ല റേഞ്ചുള്ള ഇലക്ട്രിക് കാറുകൾ ഉള്ളൊരു കാലമാണ്. അത് നോക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് BMW ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എടുക്കുന്ന സമയത്ത് അധികം ഇത് അങ്ങനെ മാർക്കറ്റിൽ ഫുള്ളായിട്ട് വന്നിട്ടില്ല. അന്ന് എനിക്കുന്നത് ഈ ബെൻസിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഇറങ്ങിയിരുന്നതെന്ന്. EQC IQS ഏതാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു പെട്രോൾ ഫാൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം പോയില്ല. പിന്നെ ആകെ ഈ സിറ്റി യൂസിന് വേണ്ടി പറഞ്ഞാൽ ഇപ്പം നോക്കുന്നുണ്ട്. അങ്ങനെ 1-2 വണ്ടി മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. പക്ഷെ ഒരു ലൈഫില്ല അതിന്. അതാണ് ബേസിക്കലി എനിക്കൊരു വ്യത്യാസം തോന്നിയേക്കുന്നത്. ഇതിനാവുമ്പോൾ നമുക്ക് ആ ഒരു അകത്തൊന്നൊരു ഇത് വരുമല്ലോ, ഒരു സാറിന് അറിയിക്കില്ല ആ റഷ് വരുന്നത് ഒരിക്കലും ഇതിൽ തോന്നിയിട്ടില്ല. എങ്കിൽ പോലും ഇത് ഓടിച്ച് ഇപ്പം ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലാത്തൊരു മൈലേജ് ഒക്കെ ആകുമ്പോൾ ഡീസൽ ആയിരുന്നെങ്കിലും തോന്നിയോ? ഡീസൽ ഇത് ഓൾമോസ്റ്റ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് പെട്രോളിലോട്ട് മൂവ് ചെയ്തത് തന്നെ. കാരണം ഒരു റീസെയിൽ വാല്യൂ ആയാലും ഇപ്പം ഡൽഹിയിലൊക്കെ വന്നാൽ ഇൻ കേസ് അങ്ങനെ ഒരു ബാൻ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പ്രിഫറബിളി പെട്രോൾ എടുത്തത്. വൈഫ് ഓടിക്കുമല്ലേ? വൈഫ് ഓടിക്കും. ഇത് ഓടിച്ച് നോക്കിയോ? ഇത് ബാംഗ്ലൂർ പോയപ്പോൾ ശകലം ഡ്യൂറേഷൻ കൊടുത്തത് അത്രേ ഉള്ളൂ. എന്തായിരുന്നു അഭിപ്രായം പറഞ്ഞത്? പുള്ളിക്കാർക്ക് പേടിയാ. അതാണ് ബേസിക്കലി ഇത്ര വിലയുള്ള വണ്ടി ആയതുകൊണ്ട് ബേസിക്കലി ഒരു പേടി. അപ്പം ഇനി ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയല്ലേ പരിപാടി? ഇല്ല, ഞാനൊരു 2 years കൂടെ അല്ലെങ്കിൽ 3 years കൂടെ കഴിയുമ്പം അടുത്തിലോട്ട് മൂവ് ചെയ്യാനായിട്ടാണ്. ഈ പ്രീമിയം വാഹനങ്ങളായിട്ട് എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന വില എന്ന് പറയുന്നത് നമ്മൾ ആ ഡീലർഷിപ്പിൻ്റെ മതിൽ കടക്കുമ്പോൾ തന്നെ പകുതി വില അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ആണോ പ്രിഫർ ചെയ്യുന്നത് സാധാരണ ഈ ഒരു പ്രീമിയം വണ്ടികളിൽ? ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിക്കുക. എനിക്കൊരു കട്ട് ഓഫ് പോലെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1 താഴെയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പ്രിഫറബിളി പുതിയ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ഒക്കെ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് പറ്റുന്നില്ല എന്നാണെങ്കിൽ സെക്കൻഡ് അധികം ഓടിക്കാത്തത്. പിന്നെ നോക്കിയെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ടൈം, ഇതൊക്കെയാണ് ബേസിക്കലി. അത് ശരിയാണ്. സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോൾ അത്ര പല കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മൈലേജ് കുറവാണെന്നുള്ള സത്യമാണെങ്കിൽ പോലും BMW എന്ന് പറയുന്നത് BMW ആണ്. ഈ പറഞ്ഞ പോലെ ഡ്രൈവേഴ്സ് കാറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു C4 ഉണ്ടല്ലോ, അതിന് മൈലേജ് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ ബെൻസിൽ നിന്നും ആണ് നേരെ BMലേക്ക് വന്നത്. അപ്പം ബെൻസിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, മൈലേജൊക്കെ കൂടുതലുണ്ട്. എങ്കിൽ പോലും വണ്ടി ഓടിച്ച് ശീലിക്കുമ്പോൾ BMW വിട്ട് നമുക്ക് പിന്നെ ഒന്നും സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ. എങ്ങനെയൊക്കെ എത്ര സ്പീഡിൽ പോയി എങ്ങനെയൊക്കെ കോർണറിങ് എന്ത് ചെയ്താലും കൈക്കകത്ത് വണ്ടി നിൽക്കുന്നുള്ളതാണ് അതിൻ്റെ ഗുണം. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. ശ്യാമ ഇതിൻ്റെ ലോഗോ ഒക്കെ ഒന്ന് എടുത്തോണേ, കാരണം നമ്മൾ ഒട്ടും കാണാത്ത രീതിയിലുള്ള കളേഴ്സൊക്കെയാണ് ഇതിൻ്റെ ലോഗോയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ ഈ സ്പെഷ്യൽ എഡിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ ഒരു രസമായിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റുകളും ലേസർ ലൈറ്റ്സ് എക്സ്ട്രാ വന്നിരിക്കുന്നത് അത് ഈ സ്പെഷ്യൽ എഡിഷൻ്റെ ഭാഗമാണ് അല്ലേ? അത് നല്ല രസമായിട്ടുണ്ട്. ഒരു ഭയങ്കര ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഒരു ബ്ലൂയിഷ് രാത്രി ടിന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അലോയും ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അതിലും ലോഗോ കൊടുത്തിരിക്കുന്നത് ഈ കളേഴ്സ് തന്നെയാണ്. എന്തായാലും രസമായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൻ്റെ എല്ലാ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഹോം കണക്റ്റിൻ്റെ കാര്യമാണത്. നിങ്ങളുടെ വീട് എക്സിസ്റ്റിംഗ് വീടാണെങ്കിലും പണിയാൻ പോകുന്ന വീടാണെങ്കിലും ഗംഭീരമായൊരു ഹോം തിയേറ്റർ ഘടിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണമെങ്കിൽ എല്ലാം ഹോം കണക്റ്റിനെ സമീപിക്കാം. ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, വിളിച്ചു നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്റർ അനുഭവം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുക്കാൻ ഹോം കണക്റ്റിന് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക് യു.